ആഴ്ചയിൽ 1, 2 തവണയെങ്കിലും ഒന്ന് വെറുതെ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു മനസ്സുഖം ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ പുറത്തിറങ്ങിയതാട്ടോ. ഇത് ഒരു പ്ലാനും ഇല്ല. അങ്ങനെ പായസത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സൈഡാക്കിയാണ്ട് അവിടെ സംഭവം എന്തൊക്കെയാണ് ഉള്ളത് നോക്കീനി. അപ്പോൾ അവിടെ ഫുള്ള് കോൾഡ് ഐറ്റംസ്. നല്ല ചൂടത്ത് നല്ലൊരു തണുപ്പ് കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പുഡിങ് പറഞ്ഞു. അവിടെ കുറേ ടൈപ്സ് ഓഫ് പുഡിങ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കോക്കനട്ടിൻ്റെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതങ്ങ് വടിച്ച് തിന്നണം. പിന്നെ അവിടെയുള്ള പായസങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അടുത്തത് പായസം പറഞ്ഞു. ആ പായസം നല്ല തണുപ്പുള്ളതിന് നല്ല സുഖമായി ഇറങ്ങി പോകുമ്പോൾ തന്നെ. ഓൻ എക്സ്പ്രഷൻ ഇടുന്നത് വെറുതെയാണ്. ഓന് വെറുതെ എക്സ്പ്രഷൻ ഇട്ടാണ്ട് മേയ്ക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നല്ല ചൂടത്ത് ഫ്രൂട്ട് സലാഡൊക്കെ തിന്നുമ്പോൾ നല്ല അടിപൊളിയാണല്ലോ. അതേപോലെയാണ് കേട്ടോ ഇത്. എല്ലാ പായസം ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ഓഫ് പായസമാണ് കേട്ടോ. പിന്നെ നമ്മൾ സുർമ വാങ്ങാൻ വേണ്ടിയിട്ട് ഫാൻസി കയറി കേട്ടോ. ഫാൻസി കയറി അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും. എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെ സുർമക്ക് പോയാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഇനി അവിടെ. ഞാൻ സാധാരണ ലിപ്സ്റ്റിക്ക് ഇടൂല. കണ്ട് ഇങ്ങനെ കണ്ടതായപ്പം ഞാനൊന്ന് വാങ്ങി. ഇവൻ ഓരോ കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതൊക്കെ ലിപ്സ്റ്റിക്കാണ്. അങ്ങനെ ഞാനൊന്ന് വാങ്ങി. അതാണെങ്കിൽ അവിടുത്തെ മഞ്ഞ ലൈറ്റിൽ നല്ല രസമുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാനത് അവിടുന്ന് കണ്ട കളറേ അല്ല. ഇനിയിപ്പോൾ എന്താ കാട്ടുകയാവും. എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടാം. പിന്നെ അടുത്ത് ഞങ്ങൾ കയറിയത് ഒരു സ്കിൻ കെയറിൻ്റെ ലോകം എന്ന് പറയാം. അത്രയും പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. കുറേ സൺസ്ക്രീനായിട്ടും അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ട്. ഇതിനിക്കോ കാണിച്ചിരുന്നത് പിസ്സൻ്റെ പാത്രം പറഞ്ഞാണ്ട് കാണിച്ചിരുന്നത് കേട്ടോ. നമ്മളെ വട്ടത്തുള്ള മിററില്ലേ, അതാണ് ഈ കാണിച്ചിരുന്നത്. പിസ്സൻ്റെ പാത്രം പറഞ്ഞാണ്ട്. എന്നിട്ട് അവിടുത്തെ ഓരോ പ്രൊഡക്റ്റും അത്രയും ക്വാളിറ്റി ഉള്ള സാധനം തോന്നുന്നുണ്ട്. അത്രയും ഒരു ഏരിയ മൊത്തം ഇങ്ങനെ സ്കിൻ കെയറിനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. സൺസ്ക്രീനൊക്കെ നോക്കി എത്രയേ ഉള്ളത്. ഞാൻ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, ഇത്രയും പ്രൊഡക്റ്റൊക്കെ ഉണ്ട് ഇനിയോ ചുരുക്കാക്കാനെന്ന് അങ്ങനെ നോക്കി നോക്കും. പിന്നെ നമ്മൾ നേരെ ബാർബർ ഷോപ്പ് കയറി. ബാർബർ ഷോപ്പിലാണെങ്കിൽ ഹോട്ടലിൽ കയറിയ പോലെ കുറേ മെനു ബുക്ക് പോലത്തെ സാധനങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ യാ അല്ലാ അവിടെ ചായ ഉണ്ട് പറഞ്ഞാണ്ട് മറിച്ച് നോക്കുകയാണ്. ഇത് കാണാപ്പാടം പഠിച്ചാണ് തോന്നുന്നു. ഞാൻ അതിൻ്റെ റൈറ്റ് കണ്ടാണ്ട് നെട്ടി. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. 10,000 റുപ്യൻ്റെ മുതലൊക്കെ ഇടൂ. 8,000, 6,000, 10,000 ഒക്കെ. സ്കിൻ കെയറിന് ഇത്രയും ഉണ്ടോയെന്ന് ഞാൻ അന്തം വിട്ടു. ഞാൻ അത് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഐഡിയ ഇല്ല. ഇവൻ്റെ മുടി ഇട്ടാനായിട്ടോ സംഭവം കയറിയത്. അങ്ങനെ അവൻ്റെ മുടിയും വെട്ടിയുണ്ട്. പിന്നെ അവിടെ ഒരു മസാജർ ഉണ്ടായിനി. നമ്മളെന്ത് കണ്ടാലും വെറുതെ വിടരുതല്ലോ. ഹസ്സേ മലയാളി എന്നുള്ള നിലയിൽ അതിലും കയറി കുത്തിർന്ന് അതും മുതലാക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പം എത്രയൊക്കെ ഉള്ളൂ. ബൈ.